ഹലോ ഗൈസ്, അപ്പം നമുക്കിന്ന് കുട്ടികളെ കൊണ്ടൊക്കെ ചെയ്യിക്കാൻ പറ്റിയ ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കിയാലോ? അവധിക്കാലമൊക്കെ അല്ലേ? ഇതുപോലെ വൃത്തികേടായി കിടക്കുന്ന ഒരു ഷെൽഫിന് നമുക്ക് ഇതുപോലെ അടുക്കി പറയ്ക്കാന്ന് വെച്ചാലോ? അതിനുവേണ്ടി നമ്മുടെ കയ്യിലുള്ള ഒരു കാഡ് ബോർഡാണ് യൂസ് ചെയ്യണത്. ഇതിപ്പോൾ ഞാൻ മീഷോയിൽ നിന്ന് ഒരു സാധനം മേടിച്ചപ്പോൾ എനിക്ക് കിട്ടിയതാണ്. ഏത് കാഡ് ബോർഡാണോ അത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെട്ടി ഒരു കോർണർ പീസാക്കി മാറ്റണം. അപ്പോൾ അതിൻ്റെ ബേസ് നമ്മളിപ്പോൾ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ വെട്ടി കോർണറാക്കാൻ വേണ്ടിയിട്ട് 2 പീസ് നമ്മൾ ഒരുമിച്ച് ഇതുപോലെ ചേർത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ആദ്യം ഞാൻ പുറകിൽ ഇതിനെ വെച്ചിട്ട് സെല്ലോ ടേപ്പ് ഇട്ട് ഒന്ന് ഒട്ടിക്കുന്നുണ്ട്. സെല്ലോ ടേപ്പ് ഇട്ട് ഒട്ടിച്ചതിന് ശേഷം ഞാൻ അതിനെ ഫെവിക്കോൾ വെച്ചോ, നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത്, ക്വിക്ക് ഫിക്സ് ആണോ അതോ ഇനി ഹോട്ട് ഗ്ലൂ ആണോ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതേ ഈ ഗ്യാപ്പിലൊക്കെ ഇങ്ങനെ ചെറുതായി ഫെവിക്കോൾ വെച്ചിട്ട് ഞാനൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഫെവിക്കോളാണ്, പെട്ടെന്ന് ഒട്ടത്തില്ല. കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ വെക്കേണ്ട ഷെൽഫിൻ്റെ ഓരോ അറകൾക്കായിട്ട് ഞാൻ കുറച്ച് കുഞ്ഞു കുഞ്ഞു ബോക്സ് എടുക്കുന്നുണ്ട്. ആ ബോക്സിൻ്റെ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് ഉള്ളിലോട്ടാക്കി നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതും ഇതുപോലെ ഫെവിക്കോൾ വെച്ച് തന്നെയാണ്. ഇതുപോലെ ഇതിൻ്റെ അടപ്പ അകത്തോട്ട് വെച്ചിട്ടൊന്ന് ഒട്ടിക്കുവാണെങ്കിൽ നല്ല ബലം കിട്ടും. ഇതുപോലെ വെച്ച് ഒട്ടിച്ച് കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം, എന്നിട്ടേ അതിനെ എടുക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് ബേസിന് വേണ്ടിയിട്ട് ഇതുപോലൊരു കാഡ് ബോർഡ് വെട്ടി ഞാൻ അതിനെ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലത്തെ കുറച്ച് ഒരു 4 ബോക്സ് ഞാൻ എടുക്കുന്നുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് പ്രിൻ്റ് എടുത്ത ഒരു ഡിസൈനാണ്. ഇതുപോലൊരു ഡിസൈൻ ജസ്റ്റ് പേപ്പറിൽ പ്രിൻ്റ് എടുത്ത് ഇതിൻ്റെ പുറമേ കാണുന്ന വശങ്ങളിലെല്ലാം, ഈ ബോക്സിൻ്റെ ഒട്ടിക്കുന്ന ഭാഗത്തല്ല പുറത്ത് കാണുന്ന സൈഡുകളിലും പിന്നെ നമ്മുടെ ആ ബാക്ക്ഗ്രൗണ്ടിലും ഒക്കെ ഒന്ന് ഒട്ടിച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഇൻസുലേഷൻ ടേപ്പ് കൊണ്ട് അതിന് ബോർഡറും കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഒട്ടിക്കാത്ത സൈഡുകളിലൊക്കെ നമ്മൾ പശ തേച്ച് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾ കുട്ടികളെ ഏൽപ്പിക്കുകയാണെങ്കിൽ കുട്ടികൾ ഇതുപോലെ നന്നായിട്ട് ചെയ്തൊരു, ഇപ്പോൾ അവധിക്കാലമാണ്, അപ്പോൾ അവർക്കൊരു എൻഗേജ്മെൻറ്റും ആവും. ഇതുപോലെ ഒട്ടിച്ചു വെക്കുക. ഈ ഒട്ടിച്ചുടനെ എടുത്ത് ഉപയോഗിക്കരുത്, അത് ഇളകി പൊട്ടി താഴെ വീഴും. നിങ്ങൾ രാത്രിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ രാവിലെ ഇതൊക്കെ സെറ്റായി ഉറച്ച് നല്ലൊരു ഷെൽഫായിട്ട് ഇത് മാറിയിട്ടുണ്ടാവും. ഇതുപോലെ പശയൊക്കെ തേച്ച് ഒട്ടിച്ച് ഞാനൊരു 4 ബോക്സ് എടുത്ത് ഇതുപോലെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പം എങ്ങനെ കാണാനൊരു ഭംഗിയൊക്കെ ഇല്ലേ? അടിപൊളിയായിട്ടില്ലേ? അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതുപോലെ വൃത്തികേടായി കിടക്കുന്ന സംഭവത്തിന് ഞാൻ അടുക്കി പിറക്കി ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.